ഹായ് എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിൽ സ്പൈസി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 1/2 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. വൃത്തിയാക്കിയതിനു ശേഷമുള്ള വെയിറ്റ് ആണ് 1/2 കിലോ. ഞണ്ടിൽ ചിലപ്പോൾ മണ്ണൊക്കെ കാണും, അതുകൊണ്ട് നല്ല വൃത്തിക്ക് കഴുകി അതിന്റെ അഴുക്കൊക്കെ കളഞ്ഞെടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ഉരുളിയോ ചട്ടിയോ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഈ ഞണ്ടിനെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞണ്ടിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം വരും. ആ വെള്ളത്തിൽ കിടന്ന് വെന്തോളും. പിന്നെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയി. നമുക്ക് തുറന്നു നോക്കാം. ഇടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു. കണ്ട, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഞണ്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ മാറി ഒരു ഓറഞ്ച് കളർ ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്ത നമുക്ക് മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക്. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഞണ്ട് റോസ്റ്റിനൊക്കെ അത്യാവശ്യം നല്ല എരിവ് വേണം, എന്നാലേ ടേസ്റ്റ് കാണുള്ളൂ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് മുഴുവൻ കുരുമുളക് ഇല്ലെങ്കിൽ നമ്മൾ പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന്റെ പച്ച ടേസ്റ്റ് പോകുന്ന വരെ വഴറ്റിയെടുക്കുക. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 വലിയ സവാള, ഒന്നില്ലെങ്കിൽ നല്ല കനം കുറച്ച് നീളത്തിൽ സ്ലൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ക്രാബിൽ നേരത്തെ ഉപ്പ് ചേർത്തതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഇത് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വാടണം, അപ്പോഴാണ് ടേസ്റ്റ്. എണ്ണ പോരെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് ഒക്കെ എടുക്കും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പൊ സവാള നന്നായിട്ട് വാടി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മുടെ കറിക്ക് ഒരു ഡാർക്ക് കളറാണ് വരേണ്ടത്. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രം ചേർത്താൽ മതി. ഇനി ഇത് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മല്ലിപ്പൊടിയെ ചേർക്കുന്നുള്ളൂ, ഒരു 1/2 ടീസ്പൂൺ. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പൊ നല്ലൊരു ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി അടച്ചു വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടുതൽ ഒഴിക്കരുത്, ഒരു 1-2 ടേബിൾ സ്പൂൺ മതി. മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പൊ ഒരു കുഴമ്പ് പരുവായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ ഞണ്ടിൽ കോട്ടാവുന്ന രീതിക്ക് മിക്സ് ആക്കി കൊടുക്കുക.
ഇനി ഇതൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണേ. അപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മസാല ഒക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഞാൻ ചേർക്കുവാണ്. നിങ്ങൾ എരിവ് നോക്കിയിട്ട് മാത്രം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല സ്പൈസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞണ്ട് റോസ്റ്റ് ഒക്കെ കുറച്ച് എരിവ് വേണം, ഇല്ലെങ്കിൽ ഒരു ചെറിയ മധുരം വരും. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് സ്ലൈസ് ചെയ്തതും കുറച്ച് കറി ലീവ്സും കൂടെ ചേർക്കുവാണ്. അത്രയേ ഉള്ളൂ, നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. കുറച്ച് സ്പൈസി ആയിട്ട് തന്നെ വെക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് ചോറിന്റെയും അപ്പത്തിന്റെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല ടേസ്റ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.